നാരായണ 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 നാരായണ. ശ്രീ ഗുരുവായൂരപ്പ. ശ്രീമദ് ഭാഗവത മഹാപുരാണം നവമസ്കന്ധം 6-ാമത്തെ അധ്യായം മുതലേ പറയുന്നു. സൗഭര്യചരിതം തൊട്ടുള്ള കഥകളാണ്. അംബരീഷൻ്റെ കഥയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അംബരീഷന് 3 പുത്രന്മാർ. ആ വംശം അതിഭക്തന്മാരായിട്ട് തീർന്നു. പിന്നീട് കുറേ ബ്രാഹ്മണർ ആണ് അതിലുണ്ടായത് എന്നെല്ലാം വിസ്തരിച്ചു. പിന്നെ ഇക്ഷ്വാകു ആണല്ലോ ഈ മനുവിൻ്റെ മൂത്തപുത്രൻ. മൂത്തപുത്രൻ ഉണ്ടായത് മനുവിൻ്റെ തുമ്മലിൽ നിന്നാണ് എന്നാണ്. ഇക്ഷ്വാകുവിന് 100 പുത്രന്മാർ. വികുക്ഷി, നിമി, ദണ്ഡകൻ, പ്രഗത്ഭൻ, അങ്ങനെ അതിഗംഭീരന്മാരായിട്ടുള്ള പുത്രന്മാരാണ്. അപ്പം അതിൽ 3 പേര് മധ്യഭാഗത്തെ ഭരിച്ചു എന്നാണ്. 25 പേര് 4 ഭാഗവും ഭരിച്ചു എന്നാണ്. ഒരിക്കൽ അഷ്ടകാശ്രാദ്ധ ദിവസം വികുക്ഷിയെ കാട്ടിലേക്ക് അയച്ചു, മകനെ ശ്രാദ്ധത്തിനുള്ള മാംസം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ക്ഷത്രിയന്മാർക്ക് അങ്ങനെ ഒരു നിയമമുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ചർച്ച വേണ്ട. കേരളത്തിലെ ബ്രാഹ്മണർ, കേരളത്തിലെ ഈ മറ്റുള്ളവർ മാംസാഹാരം പതിവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പുരാണത്തിൽ ഇങ്ങനെയാണ് അതിനെ ഉൾക്കൊള്ളുക. അത്രേ വേണ്ടൂ. ആവശ്യമില്ലാത്ത ചർച്ച ചെയ്തിട്ട് നമ്മളത് ഒരു ഗുണം അതൊന്നും കിട്ടാനില്ല. അപ്പം അതുകൊണ്ട് ഇതിങ്ങനെയാണ് സങ്കല്പിക്കുക, അത്രേ ഉള്ളൂ. കാട്ടിലേക്ക് ഈ അഷ്ടകാശ്രാദ്ധത്തിന് വേണ്ടിയിട്ട് വികുക്ഷി പോയി കഴിഞ്ഞപ്പോൾ ഒരുപാട് മാംസം ശേഖരിച്ചു. മാന്, മുയൽ, അങ്ങനെയുള്ള സാധു മൃഗങ്ങളുടെ മാംസമാണ് ഈ ശ്രാദ്ധത്തിന് കൊടുക്കുക. അപ്പോൾ അനവധി നേരം അധ്വാനിച്ചപ്പോൾ വിശപ്പും ദാഹമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു മുയലിനെ ചുട്ടു തിന്നു. അങ്ങനെ തിരിച്ച് ബാക്കിയുള്ളതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തു. ആ മുയലിനിട്ട് കൊടുത്തിട്ടുമില്ല കേട്ടോ. പക്ഷേ ഊണ് കഴിച്ചത് വസിഷ്ഠനാണ്. അപ്പോൾ വസിഷ്ഠൻ അതിൻ്റെ സ്വഭാവം, മറ്റു ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ നിഗമനങ്ങൾ പലതും വരും. മനസ്സിലായി ഇത് ഉച്ഛിഷ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് അറിഞ്ഞിട്ടില്ല. വികുക്ഷിയോട് ചോദിച്ചു, ഇതെന്താ ഉണ്ടായത് എന്ന് ചോദിച്ചു. എന്താ കുഴപ്പം മനസ്സിലായില്ല. അവിടെ കാട്ടിലുണ്ടായ സംഭവം മുഴുവനെ പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒടുക്കാണ് ഈ മുയലിനെ ചുട്ട് തിന്ന കാര്യം പറഞ്ഞത്. അപ്പോൾ അത് ശരിയായി. മുയലിനെ ചുട്ട് തിന്നു വെച്ചാൽ അത് ഉച്ഛിഷ്ടമാണ്. അപ്പോൾ വികുക്ഷി സ്വതേ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇത് തെറ്റാവൂല. പക്ഷേ നിയമപ്രകാരം ഇങ്ങനെ ഒരു വസ്തു കൊണ്ടുവരുമ്പോൾ, ഈ ശ്രാദ്ധത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ അത് തിന്നു വെച്ചാൽ അത് ഉച്ഛിഷ്ടമായിട്ട് മാറും. അത് സത്യമാണ്. അപ്പോൾ ആകെ കുടുങ്ങി. ഇനി എങ്ങനെയാണ് നിയമം? അതുകൊണ്ട് വികുക്ഷിയെ നാട് കടത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇക്ഷ്വാകു നാട് കടത്തി, കാട്ടിലാക്കി. ഇക്ഷ്വാകു മരിച്ചപ്പോൾ വികുക്ഷി കാട്ടിൽ നിന്ന് തിരിച്ചു വന്ന് രാജ്യഭാരേറ്റു. കാരണം അവിടെ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അത്രയും കാലം കാട്ടിൽ വസിക്കുകയും ചെയ്തു. അത്രയും കാലം തെറ്റൊന്നും ചെയ്യാതെ കൊണ്ട് ജീവിക്കുകയും ചെയ്തു. തിരിച്ചു വന്നപ്പോൾ വസിഷ്ഠനും രാജാവ് എന്നുള്ള നിലയ്ക്ക് തന്നെ, സാത്വികൻ എന്ന നിലയ്ക്ക് തന്നെ സ്വീകരിക്കുകയും ചെയ്തു. വീണ്ടും രാജാവാക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ വിഷയം എത്രയേ ഉള്ളൂ. അപ്പോഴത്തെ തെറ്റിന് ഒരു ശിക്ഷ. അത് കഴിഞ്ഞ് വീണ്ടും ശുദ്ധി വന്നു. വീണ്ടും വന്നു, സ്വീകരിച്ചു. നന്നായിട്ട് തന്നെ ഭരിക്കുകയും ചെയ്തു. ശശാസത് ഈജെ എന്നൊക്കെയാണ്. നന്നായിട്ട് തന്നെ യജ്ഞം പോലെ ഭരിച്ചു എന്നാണ്. നമ്മൾ ഇഷ്ടിയൊക്കെ തുടങ്ങിയിട്ടുള്ള അഗ്നിഹോത്രാദികളൊക്കെ ചെയ്തുകൊണ്ട് ഭഗവത് പ്രീത്യർത്ഥമായിട്ട് രാജ്യത്തെ ഭരിക്കുക എന്ന ക്ഷത്രിയൻ്റെ ഒരു ധർമ്മമുണ്ട്. അത് അതേപോലെ തന്നെ ചെയ്തതുകൊണ്ട് ശശാദൻ എന്ന് പേരും വന്നു. മുയലിനെ തിന്നത് കാരണം കൊണ്ട് ശശാദൻ എന്ന് അതിൻ്റെ
വാച്യാർത്ഥവും വന്നു. മുയലിനെ തിന്നു, അപ്പോൾ അതിനൊരു വാച്യാർത്ഥം വരും, ശശാദൻ. അപ്പോൾ രണ്ട് നിലയ്ക്കും ശശാദൻ എന്ന പേര് വന്നു വികൂക്ഷിക്ക്. പിന്നീട് വളരെ നന്നായിട്ട് ഭരിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പുത്രൻ പുരഞ്ജയന് 3 പേരുണ്ടെന്നാ, ഇന്ദ്രവാഹൻ, കകുത്സൻ എന്ന് 3 പേര്. ഇപ്പോൾ വല്ലാത്തൊരു അത്ഭുതം, ഇതെന്താ ഇങ്ങനെ, ഇപ്പം എന്താ കഥ എന്ന് പറയൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ ദേവാസുര യുദ്ധത്തിൽ ബ്രഹ്മാവ് പറഞ്ഞ ഇന്ദ്രനെ കാളയാക്കിയിട്ട് ആ കാളയാകുന്ന ഇന്ദ്രൻ്റെ കൂഞ്ഞയിലിരുന്ന് യുദ്ധം ചെയ്ത് അസുരന്മാരെയൊക്കെ തോൽപ്പിച്ച് ഈ പുരത്തെ ജയിച്ച് ഇന്ദ്രന് സ്വർഗം കൊടുത്തു. അതുകൊണ്ട് 3 പേര് വന്നു എന്നാണ്. ഒന്ന്, പുരം ജയിച്ചത് കൊണ്ട് പുരഞ്ജയൻ, ഇന്ദ്രനെ വാഹനമാക്കിയത് കൊണ്ട് ഇന്ദ്രവാഹനൻ, കാളയാകുന്ന ആ കൂഞ്ഞയിൽ ഇരുന്നത് കൊണ്ട്, കകുത്തിൽ ഇരുന്നത് കൊണ്ട് കകുസ്ഥൻ. പിന്നെ കാകുസ്ഥനായിട്ടാണ് ശ്രീരാമനൊക്കെ വരുന്നത്. ഈ കകുൽസ്ഥൻ്റെ വംശത്തിലാണ് ഭഗവാൻ ജനിക്കുന്നത്. അതുകൊണ്ട് കാകുൽസ്ഥൻ എന്ന് ശ്രീരാമന് പേര്. കാകുൽസ്ഥ ലീലകൾ കേൾക്കുവാൻ ഭക്തന് യോഗമുണ്ടാകേണം എന്ന് ധാരാളം പാട്ടുകളുണ്ട്. അപ്പോൾ മുക്തിക്ക് വേണ്ടിയിട്ട് ഭഗവാൻ പോലും അവതാരം ചെയ്ത വംശമാണ് ഈ വികൂക്ഷിയായാലും ശശാദനായാലും അല്ലേ, ഈ പുരഞ്ജയനായാലും കകുൽസ്ഥൻ. അതാണ്. അപ്പോൾ അത്രയും കേമന്മാരാണ്. അംബരീഷൻ്റെ വംശത്തിൽ ജനിച്ചവരാണ് ഇവരൊക്കെ. അതായത് ആ രാജവംശം തന്നെയാണെന്നർത്ഥം. ഇക്ഷ്വാകുവിൻ്റെ വംശത്തിലാണ് ഇത് വരിക. ഏട്ടനനിയൻ ആ രീതിയിൽ കണക്കാക്കാൻ പറ്റും. പിന്നെ അനേനസ്, ഇത് മൂത്തപുത്രനാണ് ഇക്ഷ്വാകെ, ആ വംശത്തിലതൊക്കെ വരണം. അനേനസ്, കുവലയാശൻ, പിന്നെ ധുന്ദുവിനെ കൊന്ന ധുന്ദുമാരൻ, ഹര്യശൻ, കൃശാശൻ എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ. അതിൽ യുവനാശ് എന്ന പേരായിട്ടുള്ള മറ്റൊരു രാജാവ്. വംശം പരമ്പര ഇങ്ങനെ പേര് പറഞ്ഞ് വരികയാണ്. അപ്പോൾ അതിൽ യുവനാശൻ, അദ്ദേഹത്തിന് 100 ഭാര്യമാരൊക്കെ ഉണ്ട്, പക്ഷേ കുട്ടികളില്ല. അപ്പോൾ അദ്ദേഹം കാട്ടിൽ കയറി, എനിക്കിനി ഇതൊന്നും വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കാട്ടിൽ മഹർഷിമാർ ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ, എന്തിനാ ഇങ്ങനെ ദുഃഖിക്കണത്, അങ്ങക്ക് എന്താ ആവശ്യം? അപ്പോൾ എനിക്ക് കുട്ടികളില്ല, നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, ഇരിക്കൂ, നമുക്ക് യാഗം ചെയ്യാം, ഇന്ദ്രനെ പ്രീതിപ്പെടുത്തിയാൽ സന്താനം ഉണ്ടാവും എന്ന് പറഞ്ഞ് അങ്ങനെ രാജാവിൻ്റെ ഈ കാര്യം നടത്താൻ വേണ്ടിയിട്ട് താല്പര്യപ്പെട്ടത് ഋഷികളാണ്. നാഭി മഹാരാജാവിന് ഇങ്ങനെ ഉണ്ടായി, എന്നിട്ടാണ് ഋഷഭൻ ഉണ്ടായത് എന്ന കൂട്ടത്തിൽ ഇവിടെ യാഗമൊക്കെ ചെയ്തു. യാഗമൊക്കെ ചെയ്ത് നോക്കുമ്പോൾ എന്തൊക്കെയോ ചില ജാതകവശാൽ ചില പ്രശ്നങ്ങൾ കാണാനുണ്ട് ഈ യുവനാശൻ. പക്ഷെ മഹർഷിമാർക്ക് ചെയ്ത പണിക്ക് കൂലി, അത് ഫലം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല, അത് ഉറപ്പാണ്. രാജാവിന് സന്താനത്തിലുള്ള ഭാഗ്യമുണ്ട്. പിന്നെയും ചില പ്രശ്നങ്ങൾ കാണാനുണ്ട്. ഇതെങ്ങനെയാണ് പരിഹരിക്കുക? ഏതായാലും നമുക്ക് നിഷ്കാമമായിട്ട് ചെയ്യാം. ഇത് കാമാണ്, പക്ഷേ എങ്കിലും അവർ നിഷ്കാമരാണ്. കാമ ആർക്കാ? യജമാനാ. അപ്പോൾ അതുകൊണ്ട് അത് വിഷയമില്ല, നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് യാഗം ചെയ്തു. യാഗം ചെയ്തതിൻ്റെ ഇടയ്ക്ക് ഈ കലശത്തിൽ വെള്ളം അത് മന്ത്രഭൂതമാക്കിയിട്ട് ആവാഹന ചെയ്തുകൊണ്ട് പൂജയൊക്കെ ചെയ്യുക. അങ്ങനെ അങ്ങനെയാണ്. അപ്പം അതിൽ ഒരു ദിവസം ഈ പുംസവന ജലം ആണ് അതിലുണ്ടാവുക. അതിനൊരു മന്ത്രം ഉരുക്കഴിക്കുക, അങ്ങനെ പലതുണ്ടല്ലോ. ഒരു ദിവസം രാത്രി ഈ രാജാവിന് വല്ലാണ്ട് ദാഹം. നോക്കുമ്പോൾ ആരെയും കാണാനില്ല, ആരെയും വിളിക്കണ്ടെന്ന് നിശ്ചയിച്ചു. ദാഹിച്ചപ്പോൾ ഈ വെള്ളം എടുത്തിട്ട് കുടിച്ചു. ഏത് വെള്ളം? ഈ പുംസവന ജലം എടുത്തിട്ട് കുടിച്ചു. പിറ്റേ ദിവസം മഹർഷിമാർ വന്ന് നോക്കുമ്പോൾ ഈ കലശം കാലിയായിട്ട് കാണാനുണ്ട്. എല്ലാവരോടും അന്വേഷിച്ചു എന്തേണ്ടായി. അന്വേഷിച്ചപ്പോൾ രാജാവ് പറഞ്ഞു, ഞാനിങ്ങനെ വെള്ളം വല്ലാണ്ട് ദാഹിച്ചു കഴിഞ്ഞപ്പോൾ അത് കുടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ രാജാക്കന്മാർക്ക് ആലോക്യമൊന്നും ഉണ്ടായില്ല. ഇതാണ് വിധി, ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു, സംശയപ്പോൾ തീർന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ചോദിച്ചു രാജാവ്. യുവനാശം ഇങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു, അങ്ങയുടെ വയറ്റിൽ ഒരു ഉണ്ണി പിറക്കാൻ പോകുന്നു, അങ്ങയുടെ ഭാര്യമാർ 100 പേർക്കും പ്രസവിക്കാനുള്ള യോഗമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് പരിഹരിക്കുന്നത് ഭഗവാൻ എന്ന് ഞങ്ങളിങ്ങനെ വിചാരിച്ചിരിക്കേണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെയാണെന്ന് ഇപ്പം മനസ്സിലായി. ഇനി വേറെ മാർഗമൊന്നുമില്ല. 10 മാസം കഴിഞ്ഞാൽ ആ ഉണ്ണി പൂർണ്ണ വളർച്ചയെത്തും, അപ്പോൾ ചിന്തിക്കാം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സംഭവിച്ചു. അപ്പോൾ പ്രസവിക്കാനുള്ള യോനിമാർഗം ഇല്ലാത്തത് കൊണ്ട് വസിഷ്ഠൻ ഒരു കല്ല് കൊണ്ട് കീറി ആദ്യത്തെ സിസേറിയൻ അങ്ങനെ കുട്ടിയെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ നോക്കുമ്പോൾ മുലയിൽ പാലില്ലല്ലോ. അതുകൊണ്ട്
ഇന്ദ്രനോട് പറഞ്ഞു ഈ ഉണ്ണിക്ക് എന്താ കൊടുക്കുക. അപ്പോൾ ഇന്ദ്രൻ അമൃതിൽ മുക്കിയിട്ട് തൻ്റെ വിരല് ഈ ഉണ്ണിക്ക് കൊടുത്തു. മാം ധാത എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഉണ്ണി ജീവിച്ചു. പിന്നീട് ഉണ്ണിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ആ ഉണ്ണിയുടെ പേര് മാന്ധാതാവ് എന്നാക്കി. അങ്ങനെ യുവനാശൻ്റെ പുത്രനായിട്ടുള്ള മാന്ധാതാവോ വളരെ കേമനാണ്. ഇനി മാന്ധാതാവിൻ്റെ ക്രമേണ വളർന്നു രാജാവായി. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഈ കള്ളന്മാരൊന്നും ആ പ്രദേശത്ത് വന്നേർന്നില്ല. കള്ളന്മാരില്ലാത്ത ഭൂമിയായി തീർന്നു. ത്രസദ്സ്യു എന്ന് അദ്ദേഹത്തിന് പേരിട്ടു എല്ലാവരും കൂടിയിട്ട് മാന്ധാതാവിന്. സപ്തദ്വീപും അദ്ദേഹത്തിൻ്റെ സ്വന്തമായി. അപ്പം ഇങ്ങനെ വളരെ നന്നായിട്ട് രാജ്യം ഭരിച്ചു. മാന്ധാതാവ് ശശബിന്ദുവിൻ്റെ മകള് ബിന്ദുമതിയെ വെളിയഴിച്ചു. അതിൽ പുരുകുൽസൻ, അംബരീഷൻ, മുജുകുന്ദൻ ഇങ്ങനെ കുട്ടികൾ, അതിൽ 50 പെൺകുട്ടികൾ. അപ്പോൾ ഈ 50 പെൺകുട്ടികളെ സൗഭരി വേട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ആ കഥ കേൾക്കണമെന്നായി. അതിന് ചില പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടാണ്. സൗഭരി മഹർഷി മഹാഋഷിയാണ്. അദ്ദേഹം ജലത്തിൻ്റെ ഉള്ളിൽ കിടന്ന് തപസ് ചെയ്യുകയാണ്. വൈരാഗ്യം നല്ലോണം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പുറമേ നിന്നൊന്നും തൻ്റെ മനസ്സിലേക്ക് കയറരുതെന്ന് കണക്കാക്കിക്കൊണ്ട് എന്തെങ്കിലും ഒരു ഇംഗിതം വന്നു കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ നേടേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി സംഘം ഒഴിവാക്കാൻ ജലത്തിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് തപസ് ചെയ്തു. യാദൃശികമായിട്ട് കണ്ണ് തുറന്ന് നോക്കുന്ന സമയത്താണ് മത്സ്യരാജാവും മത്സ്യറാണിയും കൂടിയിട്ട് ക്രീഡിക്കുന്നത് കണ്ടത്. അപ്പോൾ ഇതെന്തുകൊണ്ട് തനിക്ക് മൈക്കൂടാ? മനസ്സ് കള്ളനാണേ. സൗഭരിയുടെ ചരിത്രം വളരെ ഗംഭീര, നമുക്ക് പാഠാണത്. ഇങ്ങനെ ഭാഗവതത്തിലുള്ള കഥകൾ മുഴുവൻ നമുക്ക് പാഠാണോ. ഈ സ്വഭാവം മാറുന്ന ഓരോരുത്തർക്കും ഓരോ ഇന്ദ്രിയം വീക്ക്നെസ് ഉണ്ടാവും. ആ വീക്ക്നെസ് ഇതേപോലെ കഥകൾ ശ്രവിക്കുമ്പോൾ ഇതാണ്, ഈ ഇന്ദ്രിയമാണ് എൻ്റെ വീക്ക്നെസ് എന്ന് തോന്നിയിട്ട് അതിൽ നിന്നും മുക്തി നേടാൻ ഇതൊരു പ്രേരണ തരും. ഇവിടെ ഉണ്ടായത് ഈ സംഘം ഒഴിവാക്കിയതും സൗഭര്യം ഇതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഗതികേടെന്നേ പറയാൻ നിർത്തിയുള്ളൂ. കാലം അങ്ങനെയാണ്. പരീക്ഷിച്ചു. എന്താ പരീക്ഷിച്ചത്? മത്സ്യക്രീഡ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതെന്തുകൊണ്ട് മനുഷ്യനായി എനിക്ക് സാധിക്കില്ല. അവിടുന്ന് നേരെ തപസ് മതിയാക്കിയിട്ട് നീട്ടു പോന്നു. രാജാവിൻ്റെ അടുത്ത് വന്നു. മാന്ധാതാവാണ് ഭരിക്കണത്. മാന്ധാതാവിനോട് പറഞ്ഞു, എനിക്കൊരു പെണ്ണിനെ കല്യാണം കഴിക്കണം, അങ്ങയുടെ മകളെ തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ 50 കുട്ടികളുണ്ട്. അപ്പോൾ ഈ മഹർഷിക്ക് ഈ കുട്ടികളെ കൊടുത്താൽ ശരിയാവും തോന്നില്ല. ഒന്നാമത് പ്രായം വളരെ കൂടുതൽ, രണ്ടാമത് വെള്ളത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വഴവഴ എന്നുള്ള നിലയ്ക്കാണ് വരച്ചും കൊണ്ടാണ് വരണത്. അപ്പോൾ അതത്ര നേരെയാവില്ല. ഓരോ കാര്യം ചെയ്തോളൂ, മഹർഷി അങ്ങ് അന്തഃപുരത്തിലേക്ക് പോയിക്കോളൂ. അങ്ങയെ ഇഷ്ടമാകുന്ന ഒരു പെൺകുട്ടിയെ അവർ സ്വമേധയാ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ വിവാഹം കഴിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ സൗകര്യം മനസ്സിലാക്കി ഇത് തൻ്റെ വേലി നടക്കാനുള്ള ലക്ഷണം കാണാനില്ലല്ലോ, ഇത് തന്നെ ഒരു പക്ഷേ വിഷമിപ്പിക്കും, പെണ്ണിനെ കിട്ടുന്നുണ്ടാവില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ സൗഭരി മഹർഷി രാജാവിൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു, അന്തഃപുരത്തിലേക്ക് പോണതിൻ്റെ മുന്നേ ആയിട്ട് പോണ വഴിക്ക് സുന്ദരനായി, ദേവേന്ദ്രന് തുല്യം, അത്ര സുന്ദരനായി. അങ്ങനെ അന്തഃപുരത്തേക്ക് ചെന്നപ്പോൾ ഈ 50 പെൺകുട്ടികളുണ്ട്. അവർ വന്നു. അപ്പോൾ അവരോട് പറഞ്ഞു, രാജാവ് സമ്മതിച്ചിട്ടുണ്ട്, നിങ്ങളിൽ ഒരാളെ എനിക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ആർക്കാ താല്പര്യം വെച്ചാൽ പോന്നോളൂ എൻ്റെ കൂടെ എന്ന് പറഞ്ഞു. അപ്പം ഞാനാവാം. എല്ലാവരും പറഞ്ഞു ഞാനാവാന്ന്. അപ്പോൾ മഹർഷി പറഞ്ഞു, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ പോന്നോളൂ, എന്നാൽ പിന്നെ പ്രശ്നം തീർന്നല്ലോ, ഇവിടുന്ന് തല്ലുകൊണ്ട, അവിടെ പോയിട്ട് തല്ലുവിടാം, സപത്നി മത്സരം അവിടുന്ന് ആവാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ തമ്മിൽ എന്താ പ്രത്യേകത വെച്ചാൽ ഇവർക്ക് മത്സരം എന്നുള്ളത് വിഷയമില്ല, അവർ ഒരുമിച്ച് നിൽക്കണം എന്നാണ് അവരുടെ ധാരണ. അത് സൗഭരിക്ക് മനസ്സിലായി. അപ്പോൾ സൗഭരി പറഞ്ഞു, നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നോളൂ, അത് ഇവിടെ കഴിഞ്ഞാൽ എന്താ, എൻ്റെ കൂടെ കഴിഞ്ഞാൽ എന്താ, നിങ്ങൾ എൻ്റെ കൂടെ പോരൂ എന്ന് പറഞ്ഞു. രാജാവിനോട് ഈ കാര്യം പറഞ്ഞു. രാജാവ് സമ്മതിച്ച് കുട്ടികളെ വിവാഹം ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ സൗഭരി ഗൃഹത്തിൽ പോയിട്ട് 50 ഗൃഹം, 50 കൊട്ടാരം, അല്ലെങ്കിൽ ഒറ്റ കൊട്ടാരത്തിൽ 50 മുറി എങ്ങനെയായാലും വിരോധമില്ല. അത് നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് വിട്ടോളാം. പക്ഷേ എല്ലാറ്റിലും കുട്ടികളുണ്ടായി. 100 കുട്ടികളുണ്ടായി. 5000 കുട്ടികൾ. സൗഭരി മഹർഷിക്ക് തീവ്ര വൈരാഗ്യമാണ്. 5000 കുട്ടികളെയും ഈ 50 ഭാര്യമാരെയും കണ്ടപ്പോഴേ
സൗഭരി മഹർഷി ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഈ മാന്ധാതാവ് ഇവിടെ ഒന്ന് വന്നിട്ട് പോയി. ഈ പരസ്പരം ഉള്ള അടുപ്പം, പരസ്പരമുള്ള ബഹുമാനം, ഇങ്ങനെയാണ് ശ്രീകൃഷ്ണൻ കൂടി ഒരു പക്ഷേ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള ജീവിതം. ഇത് കണ്ടപ്പോൾ തൻ്റെ ഈ രാജ്യഭാരമൊക്കെ എവിടെ കിടക്കണു, തൻ്റെ ഭക്തി എവിടെ കിടക്കണു? ഈ മഹർഷിയുടെ തപസ്സിൻ്റെ മുമ്പിൽ താനൊന്നുമല്ലല്ലോ. പരമഭക്തനാണ് ഈ മാന്ധാതാവ്. ആർക്കും ചെയ്യാൻ പറ്റാത്ത അനവധി കാര്യങ്ങൾ ചെയ്ത ആളാണ് രാജാവായിട്ടുള്ള ഈ മാന്ധാതാവ്. ജന്മം തന്നെ അത്രയും അങ്ങനെയാണ്, കർമ്മം കൊണ്ട് അതിലേറെയുണ്ട്. ആ രാജാവിനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ ഗൃഹസ്ഥാശ്രമം കണ്ടപ്പോൾ സൗഭരി മഹർഷി എത്രയാ നമസ്കരിച്ച ചോദിച്ചാൽ നിശ്ചല. പക്ഷെ അപ്പോഴേക്കും ഇവിടെ സൗഭരി മഹർഷിക്ക് വൈരാഗ്യം വന്നു. ഭാര്യമാരോട് പറഞ്ഞു, എനിക്ക് മടുത്തിരിക്കണം, ഞാൻ മുക്തനാവാൻ പോവുകയാണ്, നിങ്ങൾ എന്താ വിചാരിക്കണേ ചോദിച്ചു. നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ചെയ്തു തരണോ? അതാ ചോദ്യം. കൂടുതൽ എന്തെങ്കിലും വേണിച്ചാൽ ഇപ്പം ഈ മറ്റേ മാന്ധാതാവ് രാജാവിൻ്റെ രാജ്യവും ഭൂമിയും ഒക്കെ ഉണ്ട്, അതൊന്നും കാര്യമില്ല. സ്വർഗം വേണോ ഇവിടെ എത്തിച്ചേരും, എന്താ നിങ്ങൾക്ക് വേണ്ടച്ചാൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അങ്ങയെ മാത്രമേ വേണ്ടൂ. ഞാൻ മുക്തനാവാൻ പോവാണ്, എന്നാൽ ഞങ്ങൾ അങ്ങയുടെ ഒപ്പമുണ്ട്. അങ്ങനെ 50 പേരും ഈ സൗഭരി മഹർഷിയും തപസ്സിന്, പിന്നെ തപസ്സിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിട്ടില്ല, എന്നാലും ശരി, അതിന് നിയമമൊക്കെ ഉണ്ടല്ലോ. അപ്പം അതിനനുസരിച്ച് ആത്മതത്വത്തെ സ്വീകരിച്ചുകൊണ്ട് ഭഗവാനിൽ അങ്ങോട്ട് ലയിച്ചു. കാട്ടിൽ ചെന്നിട്ട് അത്യത്ഭുതമാണ് കഥ. പിന്നീട് മാന്ധാതാവിൻ്റെ പുത്രൻ അംബരീഷൻ, യുവനാശൻ, ഹാരിതൻ, ഇങ്ങനെ പുരുകുൽസൻ, അതേപോലെ അതിലൊരു ചെറിയൊരു കഥ പറയുകയാണ്. പുരുകുൽസൻ നാഗ സഹോദരിയായിട്ടുള്ള ഒരു നർമ്മദയെ വേളിയഴിച്ചു. അതിൽ രസാതലത്തിലെത്തി. അപ്പോൾ സർപ്പശത്രുത, ഗന്ധർവന്മാരെ വളരെയധികം, ഗന്ധർവന്മാർ സർപ്പങ്ങളെ വല്ലാണ്ട് ദ്രോഹിക്കണം. ഇത് കണ്ടപ്പോൾ ആ പുരുകുൽസൻ ഈ ഗന്ധർവന്മാരെയൊക്കെ തോൽപ്പിച്ചു, ഭാര്യയും കുടുംബത്തെയും രക്ഷിച്ചു. അപ്പോൾ വലിയ സന്തോഷമായി. ആരാണോ ഈ കഥ സ്മരിക്കണമെന്ന് വെച്ചാൽ അവർക്ക് ഈ പാമ്പുകളെ പേടിക്കണ്ട എന്നൊരു അനുഗ്രഹം കൂടി അവിടെ കൊടുത്തു നാഗന്മാർ, പാമ്പുകൾ. അപ്പം അത് വലിയ ഒരു അനുഗ്രഹമാണ്. ഈ നാഗകന്യകയെ വേളി കഴിച്ചപ്പോൾ ആ രാജാവിനാൽ ഈ നാഗരക്ഷ ചെയ്തു എന്നതുകൊണ്ട്. അപ്പോൾ ആ കഥയെ സ്മരിച്ചാൽ പോലും അത്രയും പുണ്യമാണ്. അങ്ങനെ പുരുകുൽസൻ, ഈ ത്രസദസ്യു, അരുണൻ, ത്രിശങ്കു, ആ ത്രിശങ്കുവിൻ്റെ മകനാണ് ഹരിശ്ചന്ദ്രൻ. അപ്പോൾ ആ ത്രിശങ്കുവിന് വസിഷ്ഠ ശാപവും ഗോഹത്യ, പിന്നെ അച്ഛൻ്റെ കോപം, ഇങ്ങനെ 3 മുഴകളുണ്ടായി എന്നാണ്. സത്യവ്രതൻ എന്നാണ് പേര്. പക്ഷേ അദ്ദേഹത്തിന് വിശ്വാമിത്രൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ ശാപകോപാദികളുണ്ടല്ലോ അതിനെ മുഴുവൻ തരണം ചെയ്യാനും പിന്നെ നക്ഷത്ര പദവി ലഭിക്കുകയും ചെയ്തു, സ്വർഗത്തിലെത്തി എന്ന് സാരം. ത്രിശങ്കുവിൻ്റെ ചരിത്രം വളരെ വിസ്തരിച്ച് പറയേണ്ട ദേവി ഭാഗവതത്തിൽ. അത് ഒരു ബ്രാഹ്മണ കന്യകയെ വേളി കഴിച്ചു എന്നൊക്കെയാണ്. വേളി സമയത്ത് ബ്രാഹ്മണനും ബ്രാഹ്മണ കുമാരനും കൂടിയിട്ട് വേളി കഴിക്കുന്ന സമയത്ത് ആ കന്യകയെ അപഹരിച്ച് കൊണ്ടുവന്നു. അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ നാട് കടത്തി. പിന്നെ കാട്ടിലായിരുന്നു വാസം. പിന്നീട് ഒരു വസിഷ്ഠൻ്റെ പശുവിനെ വധിക്കേണ്ടതായിട്ട് വന്നു, പശുവിൻ്റെ കുട്ടിയെ. അത് വിശ്വാമിത്രൻ്റെ ഭാര്യയും മക്കളെയും ക്ഷാമകാലത്ത് പോറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഗോഹത്യാ പാപം വന്നു. പിന്നെ മഹർഷിയുടെ ഇങ്ങനൊരു കോപം, ഉടലോടെ സ്വർഗത്തിലേക്ക് പോകണമെന്നൊരാഗ്രഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ശരിയല്ലല്ലോ, മരിച്ചാൽ എത്താവുന്ന രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അത് പറ്റില്ല പറഞ്ഞു. അപ്പോൾ ശപിച്ചു, ചണ്ടാളനാവട്ടെ എന്ന്. അപ്പോൾ ഗുരുവിൻ്റെ ശാപം കിട്ടി, ഗോഹത്യാ പാപം കിട്ടി, അച്ഛൻ്റെ കോപം ഇങ്ങനെ ബ്രാഹ്മണ കന്യകയെ വേട്ട് കഴിഞ്ഞപ്പോൾ കിട്ടി. അപ്പോൾ ഈ സങ്കടങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്തും അമ്മയെ ഭജിച്ചു, അമ്മയെ കണ്ടു, പ്രത്യക്ഷമായിട്ട് കണ്ടു. വീണ്ടും രാജാവായി. അപ്പോഴും ചെറിയ തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ, ഗുരുനിന്ദ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും കാട്ടിലെത്തി. അങ്ങനെ ചണ്ടാളനായി. ആ ചണ്ടാളാവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണണം എന്ന് വിശ്വാമിത്രൻ തപസ് കഴിഞ്ഞ് വന്നപ്പോൾ വിശ്വാമിത്രൻ്റെ പത്നി പറഞ്ഞപ്പോൾ, വിശ്വാമിത്രൻ്റെ തപസ്സിൻ്റെ പുണ്യം മുഴുവന് ഈ ത്രിശങ്കുവിന് അല്ലെങ്കിൽ ഈ സത്യവ്രതന് സ്വർഗഗമനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. അവിടെ ചെന്നപ്പോൾ ഇന്ദ്രൻ തടുത്തു. അപ്പോൾ അമ്മയെ ഭജിപ്പിച്ച്, കൃത്രിമ സ്വർഗമായിട്ട് തൽക്കാലം ഉണ്ടാക്കിച്ചാലും അമ്മയെ ഭജിപ്പിച്ച് സ്വർഗത്തിലേക്ക് തന്നെ
ഉടലോട സ്വർഗം എന്നാണ് ഉദ്ദേശിച്ചത്. അവിടെ ചെന്നപ്പോൾ ആ കൃത്രിമ സ്വർഗത്തിൽ നിന്ന് ദേവലോകത്തേക്ക് കടക്കാൻ ഒരു ശരീരത്തിൻ്റെ ശുദ്ധിയുണ്ട്. ആ ശരീരത്തെ കൊടുത്തുകൊണ്ട് ഇന്ദ്രൻ സ്വർഗത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മകനാണ് ഹരിശ്ചന്ദ്രൻ. ഹരിശ്ചന്ദ്രൻ കുട്ടികളില്ലാതെ കണ്ട് ബുദ്ധിമുട്ടുന്നു. അപ്പോൾ ആ സമയത്ത് ഈ വിശ്വാമിത്രൻ ഹരിശ്ചന്ദ്രൻ്റെ സർവസ്വവും ദാനമായിട്ട് വാങ്ങിയിട്ടുള്ളൊരു കഥയുണ്ട്. ഉപരിദക്ഷിണ കൊടുക്കാതിരുന്നിട്ട് തന്നെയും ഭാര്യയും മകനെയും ഒക്കെ വിറ്റതായിട്ടുള്ളൊരു കഥ. അതൊക്കെ 10-12 അധ്യായങ്ങളായിട്ട് ദേവീഭാഗവതം വിസ്തരിച്ച് പറയണം. ദേവകൾ ധനം നൽകിയിട്ട് ഹരിശ്ചന്ദ്രൻ്റെ സത്യവ്രതത്തെ എല്ലാവരാലും അംഗീകരിപ്പിച്ചു. ഈ വിശ്വാമിത്രൻ്റെ പരീക്ഷയെ ജയിച്ചു. അപ്പോൾ ആ ദാനഫലം സർവശ്രേഷ്ഠമാണ്. അപ്പം ഇങ്ങനെ എല്ലാവരാലും പുകഴ്ത്തപ്പെട്ടു ഹരിശ്ചന്ദ്രനും അതേപോലെ തന്നെ വിശ്വാമിത്രനും. വിശ്വാമിത്രൻ്റെ തപസ്സിൻ്റെ മുഴുവൻ ഫലവും അച്ഛനായിട്ട് ത്രിശങ്കുവിനും ഈ ഹരിശ്ചന്ദ്രനും കൊടുത്തു. ത്രിശങ്കുവിനും ഹരിശ്ചന്ദ്രനുമായിട്ട് കൊടുത്തു. പിന്നെയുണ്ട് കേട്ടോ ധാരാളം. ഈ കഥകളൊക്കെ ഇന്ദ്രലോകത്ത് പോലും പ്രസിദ്ധമാണ്. ഇനി രാജസൂയം ചെയ്തതുകൊണ്ട്, അശ്വമേധ യാഗാദികളൊക്കെ ചെയ്തതുകൊണ്ട് വസിഷ്ഠനെ ഇന്ദ്രൻ പ്രത്യേകമായിട്ട് ബഹുമാനിക്കുകയൊക്കെ ഉണ്ടായി. ഇതൊക്കെ ഹരിശ്ചന്ദ്രൻ കാരണമാണെന്ന് ദേവലോകത്ത് വെച്ച് പറഞ്ഞപ്പോൾ ഹരിശ്ചന്ദ്രൻ്റെ സത്യം അതാണ് ഇതിന് കാരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഹരിശ്ചന്ദ്രൻ അത്ര സത്യവാനല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാഗ്വാദമാണ് ഈ സത്യപരീക്ഷയ്ക്കൊക്കെ കാരണം. അപ്പോൾ വസിഷ്ഠൻ വിശ്വാമിത്രനെ ശപിച്ചു കുറ്റിയാവട്ടെ എന്ന്. വിശ്വാമിത്രൻ വസിഷ്ഠനെയും ശപിച്ചു പൊന്മയാവട്ടെ എന്ന്. പിന്നെ അവർ തമ്മിലൊരു 10,000 കൊല്ലം നദീതീരത്ത് മത്സരിച്ചും കൊണ്ട് പിന്നെ ബ്രഹ്മാവ് വന്ന് രണ്ടുപേർക്കും ശരീരം കൊടുക്കാൻ വേണ്ടി നിശ്ചയിച്ചു. അങ്ങനെ അത് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതിലൊരു പൂർവ്വ കഥയുണ്ട്. ഈ ഹരിശ്ചന്ദ്രന് കുട്ടികളില്ല. നാരദൻ പറഞ്ഞ് വരുണന് യാഗം ചെയ്തു, സന്താനത്തെ തരാം എന്ന്. അപ്പം ആ സന്താനത്തെ യജ്ഞപശുവായിട്ട് തിരിച്ചു നൽകണം എന്ന് വരുണൻ ഒരു ശാഠ്യം പറഞ്ഞു. ആയിക്കോട്ടെ, അങ്ങനെ ആവാം എന്ന് പറഞ്ഞു. ഇപ്പോൾ സാധാരണഗതിയിൽ സന്താനം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഉണ്ണിയെ അങ്ങോട്ട് ബലി കൊടുക്കുക അത് അത്ര എളുപ്പമല്ല. സന്താനം ഉണ്ടാവുകയും ചെയ്തു. ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ വരുണം വന്നു, യാഗം ചെയ്യൂ. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ പറയാണ്. ഇതൊക്കെയാണ് പൊല പോയിട്ട് വേണ്ടേ. ഇപ്പോൾ 10 ദിവസം അച്ഛന്, അതേപോലെ 30 ദിവസം ഭാര്യയ്ക്ക്, അമ്മയ്ക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാവാം എന്ന് പറഞ്ഞു. ഓ ശരി. പിന്നെ ചൗളം കഴിയട്ടെ, പല്ല് വരട്ടെ, വന്ന പല്ല് കൊഴിയട്ടെ, കൊഴിഞ്ഞ പല്ല് വീണ്ടും ഉണ്ടാവട്ടെ, ഉപനയനം കഴിയട്ടെ, പഠനം കഴിയട്ടെ, സമാവർത്തനം കഴിയട്ടെ. ഇങ്ങനെ ഓരോ തവണയും വരുന്ന സമയത്ത് ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് 10-11 വയസ്സായി. സമാവർത്തനം നോക്കുമ്പോൾ ഉണ്ണിയെ കാണാനില്ല. വരുണൻ കണക്കാക്കി ഇത് തന്നെ പറ്റിക്കുകയാണ്, ഞാൻ എന്താ ശപിക്കുകയാണ് എന്ന് പറഞ്ഞ് ശപിച്ചു. ജലോദരം, മഹോദരം എന്നാണ് രോഗം. ഹരിശ്ചന്ദ്രൻ ഈ ജലോദരത്തിന് അല്ലെങ്കിൽ മഹോദരത്തിന് ശാപം മൂലം വേദന സഹിക്കാൻ വയ്യാത്തൊരവസ്ഥയിൽ എത്തിച്ചേർന്നു. രോഗിയായി തീർന്നു, മഹാരോഗിയായി തീർന്നു. വയറിങ്ങനെ വെള്ളം വന്നിട്ടേ, അതാണ് രോഗം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യാഗം ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ചു. അപ്പോൾ സ്വന്തം പുത്രനെ കിട്ടാനില്ല. അപ്പോൾ അന്യപുത്രനെ, സ്വന്തം പുത്രനെ കൊണ്ടാൻ വേണ്ടി ശ്രമിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ദ്രൻ ഒരു 5-6 തവണ വന്ന് തടുത്തു എന്നാണ്. ഓരോ തവണ ഈ ലോഹിതാക്ഷൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ലോഹിതൻ അല്ലെങ്കിൽ രോഹിതൻ ആയിക്കോട്ടെ, എന്തായാലും കുഴപ്പമില്ല. ആ രോഹിതൻ കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ തുടങ്ങുമ്പോൾ എന്തെങ്കിലും വേഷം പറഞ്ഞിട്ട് ഇന്ദ്രൻ വരും, എന്നിട്ട് തടുക്കും. അങ്ങനെ പറഞ്ഞേക്കില്ല. അങ്ങനെ 6 കൊല്ലം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് വസിഷ്ഠൻ വിധിച്ചു, ഒരു ക്രീതപുത്രനെ വെച്ച് ചെയ്തോളൂ, വിലയ്ക്ക് വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അന്വേഷിച്ചു. ഒരു അജീകർത്തൻ എന്നു പേരായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ കുറച്ച് ദാരിദ്ര്യം അനുഭവിക്കുകയാണ്. 3 കുട്ടികളുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പുത്രനെ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ 3 പുത്രന്മാരാണ്. അതിൽ ശുനപുച്ഛൻ, ശുനോലാങ്കൂലൻ, ശുനശേഭൻ. ശുനശേഭൻ നടുക്കലത്തെ പുത്രനാണ്. ശുനപുച്ഛൻ, ശുനോലാങ്കൂലൻ. അതിൽ ഒരാൾ മൂത്ത പുത്രനായതുകൊണ്ട് അച്ഛന് പിണ്ടം വയ്ക്കാൻ വേണം. അപ്പോൾ അച്ഛൻ അയാളെ വിൽക്കണ്ടെന്ന് തീരുമാനിച്ചു. ഒടുക്കത്തെ ഉണ്ണി അമ്മ പറഞ്ഞു എനിക്ക് ലാളിക്കാനുള്ളതാ. അപ്പോൾ ഒടുക്കത്തെ കുട്ടികൾ ലാളിക്കാനുള്ളതും മൂത്ത പുത്രൻ മറ്റേ പിണ്ട് കർത്താവുമാണ്. അതുകൊണ്ട്
അച്ഛനും അമ്മയും ഓരോ കുട്ടികളെ സ്വന്താക്കി. നടുക്കത്തെ ആളെ ശുനശേവൻ ഒരു വിലയില്ലാത്തൊരു ഭാവത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ എന്താ വേണ്ടെന്നായി. എന്താ വേണ്ട, ഒന്നുമില്ല. വില നിശ്ചയിച്ചു. 100 പശു വിലയ്ക്ക് വിറ്റു. ഈ ഉണ്ണി വല്ലാത്ത സങ്കടത്തിൽ പെട്ടു. അല്ലേ പറയണ്ടു. ഏതായാലും ഇവിടെ കൊണ്ടുവന്ന് ആ യാഗപശുവായിട്ട് യൂപത്തിൽ കെട്ടി. അങ്ങനെയാണ്, ഒരു തൂണുണ്ട്, ആ തൂണിൻ്റെ മുകളിൽ കെട്ടും. അങ്ങനെയാണ്. ഉണ്ണി ഉറക്ക കരഞ്ഞു. ആ സമയത്ത് വിശ്വാമിത്രൻ വന്നു. വിശ്വാമിത്രൻ വന്നിട്ട് ഈ കാരണം മനസ്സിലായപ്പോൾ വിടാൻ പറഞ്ഞു ഹരിശ്ചന്ദ്രനോട്. അത് കൂട്ടാക്കിയില്ല. അങ്ങയുടെ അച്ഛനെ ഞാനാ സ്വർഗത്തിൽ കയറ്റിയേണ്ടത്. അതുപോലെ ഈ ഗുണം മാത്രമല്ല ദോഷം എന്നെ കൊണ്ട് സംഭവിക്കും, ശപിക്കും എന്നൊക്കെ പറഞ്ഞു. അതൊന്നും കൂട്ടാക്കിയില്ല. എന്നെ ശപിക്കരുതേ, രക്ഷിക്കണമെന്നൊക്കെ പ്രാർത്ഥിച്ചു. അപ്പോൾ തോന്നി ഇത് യാഗമാണ്, സത്ഫലമാണ് വേണ്ടത്, എന്തായാലും അത് വേണ്ട. ഉണ്ണിയോട് പറഞ്ഞു, വരുണനെ പ്രീതിപ്പെടുത്താനുള്ള മന്ത്രം ജപിച്ചോളൂ. യമമ്മേ വരുണസുധ. അപ്പോൾ എന്താ വെച്ചാൽ അത് പ്ലുതസ്വരത്തിൽ തൻ്റെ ജീവൻ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുനശേവൻ നന്നായിട്ട് ആ മന്ത്രം ജപിച്ചു, വരുണമന്ത്രം. അപ്പോൾ വരുണന് വളരെ സന്തോഷമായി. വരുണൻ പ്രത്യക്ഷമായി. എന്താ വരം വേണ്ടത് ചോദിച്ചു. ജീവൻ വേണം, വേറെന്താ. ശരി, തന്നിരിക്കണു. ഹരിശ്ചന്ദ്രൻ്റെ യാഗം മുഴുമിച്ചതായിട്ട് ഞാൻ കണക്കാക്കിയിരിക്കണു എന്ന് പറഞ്ഞ് യാഗം നിർത്തിച്ചു. ജലോദരം മഹോദരം ആ രോഗത്തെ പിൻവലിക്കുകയും ചെയ്തു. ശാപമുക്തി കൊടുത്തു. അപ്പോൾ ഉണ്ണി മരിച്ചില്ല. ഈ ശുനശേവൻ രക്ഷപ്പെട്ടു. ഹരിശ്ചന്ദ്രൻ്റെ രോഗം മാറി. ഇതൊക്കെ കേട്ടിട്ട് ഈ രോഹിതൻ തിരിച്ചു വരികയും ചെയ്തു, ആ ഉണ്ണി. അപ്പോൾ അവിടെ ഒരു ശുഭപര്യവസായി ആയിട്ടുള്ള കഥയാണ്. അപ്പം അത് കഴിഞ്ഞപ്പോൾ ശുനശേവൻ ചോദിച്ചു, എൻ്റെ അച്ഛൻ ആരാ ചോദിച്ചു. ഉണ്ണിക്ക് നല്ല ജ്ഞാനുണ്ടേ. അപ്പോൾ അജീകർത്തനല്ല എന്ന് അപ്പം തന്നെ വിധി വന്നു. വിറ്റില്ലേ, പിന്നെ എങ്ങനെ വിറ്റാൾക്ക് എങ്ങനെയാ. പിന്നെ വില കൊടുത്ത് വാങ്ങിയത് ഹരിശ്ചന്ദ്രനാണ്. യൂപത്ത് കെട്ടിയപ്പോൾ അതും പറ്റില്ല, അച്ഛനല്ല എന്ന് പറഞ്ഞു. വരുണൻ ആണോ ചോദിച്ചു. ഈശ്വരനാണല്ലോ, വിരോധമൊന്നുമില്ല, അങ്ങനെ ആവാം, പക്ഷേ പറ്റില്ല, അത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആരാ? അപ്പോൾ വാമദേവൻ പറഞ്ഞു, ഈ ജീവനെ രക്ഷിക്കാൻ മന്ത്രം പറഞ്ഞു കൊടുത്തില്ലേ വിശ്വാമിത്രൻ, അദ്ദേഹമാണ് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു. ഓ, അപ്പോൾ ആ ഉണ്ണിയെ കൊണ്ടാട് പോയി. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഈ വിശ്വാമിത്രന് 100 കുട്ടികളുണ്ട്. അപ്പം മധുചന്ദന്മാർ അങ്ങനെയൊക്കെയാണ്. ആദ്യത്തെ 50 പേരോട് നിങ്ങളെ കുട്ടികളെ എന്ന് വിളിച്ചിട്ടാണ് ചെന്നത്. ഇത് നിങ്ങളെല്ലാവരും ഏട്ടനാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ വിശ്വാമിത്രൻ്റെ ആദ്യത്തെ 50 കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിന് സാധ്യമല്ല, ഞങ്ങളാണ് ഏട്ടന്മാർ എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങളിത് അച്ഛനെ നിഷേധിക്കുകയല്ലേ ഉണ്ടായത്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ രാക്ഷസന്മാരായിട്ട് പോട്ടെ എന്ന് പറഞ്ഞു, മ്ലേച്ഛന്മാരായിട്ട് പോട്ടെ എന്ന് പറഞ്ഞു. അവർ കാടിയേറ്റി. അപ്പോൾ ബാക്കിയുള്ള 50 കുട്ടികളോട് ചോദിച്ചു, നിങ്ങളെന്താ വിചാരിക്കണമെന്ന് ചോദിച്ചു. അയ്യോ, ഞങ്ങൾ അച്ഛൻ്റെ മൂത്ത മകനായിട്ട് ഈ ശുനശേവനെ അംഗീകരിച്ചിരിക്കണു, അച്ഛനെയും അനുസരിക്കും എന്ന് പറഞ്ഞു. ഓ, എന്നാ ശരി, അങ്ങനെ തന്നെ എന്നും പറഞ്ഞ് ആ ശുനശേവനെ ഏട്ടനാക്കിയിട്ട് നിശ്ചയിച്ചു. അതിനുശേഷം ഈ രാജവംശത്തെ കുറേ പറയണു. ഹരിശ്ചന്ദ്രൻ, രോഹിതൻ, ഹാരീതൻ, ചമ്പൻ, ഇങ്ങനെ പരമ്പര. ചമ്പാപുരി നിർമ്മിച്ച് ചമ്പൻ എന്നുള്ള രാജാവാണ്. പിന്നെ ബാഹുകൻ, അതേപോലെ ബാഹുകനെ ശത്രുക്കൾ തോൽപ്പിച്ചായിട്ടുള്ള കഥ, വനത്തിലെത്തി. അതേപോലെ അതിൽ ബാഹുകനെ വധിക്കപ്പെട്ടു. അപ്പോൾ ബാഹുകന് മറ്റേ ഭാര്യ ഗർഭിണിയാണ്. സതി അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ ഔർവ മഹർഷിയാണ് പുരോഹിതൻ. അപ്പോൾ ഔർവൻ പറഞ്ഞു, രാജവംശം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇനി ഈ ബാഹുകൻ്റെ ഭാര്യയായിട്ടുള്ള അങ്ങയിൽ ഇപ്പോൾ ഗർഭം ഉണ്ട്, അത് ഈ സ്ത്രീ പോലും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടിയെ രക്ഷിക്കണം എന്ന് പറഞ്ഞു, എന്നാലേ രാജവംശം നിലനിൽക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഭാര്യ പിന്നെ മരിച്ചില്ല. ആ കുട്ടി വളർന്നു, ആ ഉണ്ണി. അങ്ങനെ ഔർവൻ്റെ കുട്ടി, ഔർവനാൽ രക്ഷിക്കപ്പെട്ടതായിട്ടുള്ള ആ കുട്ടി. അപ്പോൾ ആ അമ്മ മരിച്ചില്ല. പക്ഷേ ബാക്കിയുള്ളവർക്ക് കുറച്ചൊരു പ്രയാസമായി. ഇത് ഔർവന് പത്നിമാർ കുറണ്ടേ. അപ്പോൾ അവർക്കൊക്കെ ചെറിയൊരു വിഷമായി. അവരെന്ത് ചെയ്തെന്നല്ലേ, ഈ സപത്നി മത്സരം, ഭർത്താവില്ല കേട്ടോ, എന്നിട്ടും വിഷം കൊടുത്തു ഈ ഉണ്ണിയുള്ള ഈ പത്നിക്ക്, ഗർഭിണിക്ക്. ആ വിഷം ഉള്ളിൽ ചെന്നപ്പോൾ പക്ഷേ ഈ ഔർവൻ്റെ രക്ഷ ഉണ്ടായത് കൊണ്ട് ആ ഉണ്ണി മരിച്ചില്ല.
ഗരം എന്നുള്ള വിഷത്തിൻ്റെ നാമാണ്, വിഷത്തിൻ്റെ പര്യായ. അപ്പം ഗരത്തോട് കൂടിയിട്ട് പിറന്നു. അതുകൊണ്ട് സഗരൻ എന്ന് ആ ഉണ്ണിക്ക് പേര് വന്നു. സഗരൻ മഹാകേമനായിട്ടുള്ള രാജാവായിട്ടാണ് പിന്നെ വളർന്നതേ. അപ്പം ആ സഗരപുത്രന്മാർ 60,000 പേര് ഒരു ഭാര്യയിൽ, പിന്നെ ഒരു ആള് വേറൊരു ഭാര്യയിൽ. കേശിനി സുമതി 2 പത്നിമാരാ. അതിൽ കേശിനിയിൽ അസമഞ്ജസ്, സുമതിയിൽ ഈ ഒരു ഉണ്ണിയാണ് ഉണ്ടായത്. പക്ഷെ ധൃതി കാരണം കൊണ്ട് അതിനെ പൊട്ടിച്ചു എന്നാണ്. മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് അവർ 60,000 പേരായിട്ടാണ് പിന്നീട് ജനിച്ചത്. ഈ സഗരപുത്രന്മാർ 60,000 പേര് ശിവാനുഗ്രഹം കൊണ്ട് രാജവംശത്തിലെ കുമാരന്മാരായിട്ട് മാറി. ഇപ്പം സഗരൻ്റെ ഈ യാഗ സമയത്ത് കുതിരയെ ഇന്ദ്രൻ കട്ടു. അപ്പോൾ എവിടേക്കാണ് കുതിരയെ കൊണ്ടുപോയതെന്ന് മനസ്സിലായില്ല. ഈ സഗരപുത്രന്മാർ 60,000 പേരും ഭൂമി കുഴിച്ചിട്ട് അങ്ങനെ പോയി നോക്കിയപ്പോൾ കുതിരയെ കണ്ടു. കുതിരയെ ഈ ഇന്ദ്രൻ കൊണ്ടുപോയിട്ട് കെട്ടിയത് ഈശാന കോണിൽ കപില മഹർഷി തപസ് ചെയ്യേണ്ട കപിലാശ്രമത്തിൻ്റെ അടുത്താണ്. കപിലൻ്റെ അടുത്താണ് ഈ ആകാശത്തെ നിൽക്കുന്നത്. അവിടെ ചെന്ന് കണ്ട് ഈ സഗരപുത്രന്മാർ. അപ്പോൾ ഈ കപിലനെ കെട്ടടാ പിടിക്കടാ എന്നെല്ലാം പറഞ്ഞിട്ട് കള്ളനാണെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചു. കപില മഹർഷി ധ്യാനത്തിലായിരുന്നു. കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഈ ആക്രോശവും കാര്യങ്ങളൊക്കെ കേൾക്കാണ്. ഈ കുമാരന്മാരെയൊക്കെ കണ്ടു. അപ്പോൾ ഭഗവാനാണ് കപില മഹർഷി. പാപം സംഭവിച്ചു പോയി, ഭഗവൻ നിന്ദ സംഭവിച്ചു പോയി. അപ്പോൾ ആ നിന്ദ കാരണം കൊണ്ട് സ്വയമേവ അവർക്ക് അഗ്നി അവരുടെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് വന്നു. അതോട് കൂടിയിട്ട് അവർ ആ അഗ്നിയിൽ ചാമ്പലായി. അപ്പം ഈ കാര്യം അസമഞ്ജസ് മനസ്സിലാക്കി. വല്ലാത്ത പ്രശ്നമായില്ലോ. അങ്ങനെ അസമഞ്ജസ് ഇവിടെ വന്ന് കപില മഹർഷിയെ നന്നായിട്ട് സ്തുതിച്ചു. ഈ കുട്ടികൾ ഇങ്ങനെ പോയത് കഷ്ടമായല്ലോ, ഇനി എന്താ ചെയ്യുക, അവർക്ക് മുക്തി കൊടുക്കാൻ എന്താ ചെയ്യുക, എൻ്റെ സഹോദരന്മാരല്ലേ എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ രക്ഷിക്കാൻ എന്താ വേണ്ടത്, ഉപായം പറഞ്ഞു. എന്താ ഉപായം പറഞ്ഞത്? ഈ ഗംഗ ഇവിടെ വന്നല്ലാതെ കണ്ട് ഗംഗാസ്പർശം കിട്ടിയല്ലാണ്ട് ഈ കുട്ടികൾക്ക് മുക്തി കിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അസമഞ്ജസ് എങ്ങനെയാ വെച്ചാൽ കുറച്ചൊരു യോഗിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇതിനൊക്കെ അത്രയ്ക്ക് താല്പര്യം ഉണ്ടോയെന്ന് വെച്ചാൽ അദ്ദേഹം അതിനൊന്നും നിന്നില്ല. ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചില സൂത്രപ്പണികളൊക്കെ ചെയ്തു. സൂത്രപ്പണികൾ എന്താ ചെയ്തത് വെച്ചാൽ മഹായോഗി കേട്ടോ, കുട്ടികളെയൊക്കെ പിടിച്ചിട്ട് വെള്ളത്തിൽ മുക്കിയിട്ടാണ് കൊല്ലും. അപ്പോൾ ഇത് അനവധി കംപ്ലൈൻ്റ് ആയി വരണു. അപ്പോൾ രാജാവിനെ സഹിച്ചില്ല. അദ്ദേഹം അസമഞ്ജസിനെ നാട് കടത്തി. അങ്ങനെ കൊട്ടാരത്തിന് പുറത്തേക്ക് കടന്നിട്ടുള്ള അസമഞ്ജസ് ഈ യോഗിയാണല്ലോ. അപ്പോൾ ഈ മരിച്ച കുട്ടികളൊക്കെ വീണ്ടും പുനർജീവിപ്പിച്ച് അതാത് അച്ഛനമ്മമാരെ ഏൽപ്പിച്ചു. എന്നിട്ട് രാജ്യം വിട്ടുപോയി. ഇതറിഞ്ഞപ്പോൾ രാജാവിന് വലിയ ഒരു വിഷമമായി തീർന്നു. ഓ, ഞാൻ എൻ്റെ മകനെ ഇങ്ങനെ ചെയ്തുവല്ലോ. പക്ഷെ അത് സാരണ്ടായില്ല. പിന്നെ ഈ അസമഞ്ജസിൻ്റെ മകൻ അംശുമൻ സഗരപുത്രന്മാരുടെ മോക്ഷത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചു. ഗംഗയെ കൊണ്ടുവരാനേ നടന്നില്ല. നന്നായിട്ട് സ്തുതിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഈ പിന്നെ അംശുമാൻ്റെ മകൻ ദിലീപൻ്റെ മകൻ ഭഗീരഥൻ എന്തായാലും ഇനി ഈ വംശം നിലനിൽക്കണമെങ്കിൽ ഇവർക്ക് ഗംഗാസ്പർശം കിട്ടിയല്ലാണ്ട് പറ്റില്ല. അത് നിശ്ചയിച്ചു. ഇവരൊക്കെ മരിച്ചു പോകാനുള്ള കാരണം ആയുസ്സില്ലാത്തതുകൊണ്ടാണ്, കാര്യം സാധിക്കാത്തത്. അപ്പം അതുകൊണ്ട് ബ്രഹ്മാവിനെ ആദ്യം തപസ് ചെയ്തു, ആയുസ് വാങ്ങി. പിന്നെ ഗംഗയെ കൊണ്ടുവരികയാണ് വേണ്ടത്. ഗംഗയെ തപസ് ചെയ്തു. ഞാൻ വരുമൊക്കെ ചെയ്യാം, എന്നെ ആരാ താങ്ങാൻ ചോദിച്ചു. അപ്പോൾ മഹാദേവനെ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് മഹാദേവനെ തപസ് ചെയ്തു. മഹാദേവൻ തപസ് ചെയ്തപ്പോൾ വന്നോളാൻ പറഞ്ഞു. ഗംഗയെ സ്വീകരിച്ചു. ജടയിൽ നോക്കുമ്പോൾ പുറത്തേക്ക് വരാണ്ടായില്ല. അപ്പോൾ ആദ്യം ശിവനെ തപസ് ചെയ്തു. അപ്പോൾ ലേശം വിട്ടു. അപ്പോൾ ഗംഗയ്ക്ക് കുറച്ച് ശുണ്ഠി വന്നു. ഭൂമി മുഴുവൻ മുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഹരശേഷിയോട് കൂടിയിട്ടാണ് പിന്നത്തെ ഒഴുക്ക് ഗംഗയുടെ വക. അങ്ങനെ ഗംഗ ഒഴുകിയപ്പോഴേ ജന്നു മഹർഷി തപസ് ചെയ്യുന്നുണ്ട്. ആ ജന്നുവിൻ്റെ ആശ്രമം മുക്കാൻ തുടങ്ങി. അപ്പോൾ ജന്നുവിന് ശുണ്ഠി വന്നു. എൻ്റെ ആശ്രമം അങ്ങനെ ഗംഗയാണ് പറഞ്ഞിട്ട് കാര്യമില്ല, അതൊരു ശരിയല്ലല്ലോ. അപ്പോൾ കയ്യിൽ ഇങ്ങോട്ട് ആവാഹിച്ചു. ഗംഗയെ ആവാഹിച്ചിട്ട് ആചമിച്ചു. ആചമിക്കുന്ന 2-3 തുള്ളി വെള്ളമേ ഉള്ളൂ. ഈ കയ്യിൽ ഗംഗ എന്നുള്ളത് ഈ 2 തുള്ളി വെള്ളമായിട്ട് മാറ്റി ആ ജന്നു മഹർഷി ആചമിച്ചു. ആചമിച്ചപ്പോൾ അതകത്ത് പോയി. പിന്നെ ഗംഗ പുറത്തേക്ക് ഒരു തുള്ളിയില്ല. അപ്പോൾ ഭഗീരഥൻ ഈ മഹർഷിയെ തപസ് ചെയ്തു. മഹർഷിയെ പ്രീതി നേടിയപ്പോൾ എന്താ വേണ്ടത് ചോദിച്ചു. ഗംഗലേശം വേണം. ഓ, അപ്പോൾ വലത്തെ ചെവി കൂടെ പുറത്തേക്ക് വിട്ടു.
ഗംഗ പിന്നെയും ഒഴുകി, നല്ലോണം ഒഴുകി. അപ്പോൾ ജാഹ്നവി എന്നുള്ള പേരും കൂടിയും ഗംഗയ്ക്ക് കിട്ടി. ആ ഗംഗയെ കൊണ്ടുപോയിക്കോളൂ, സകരപുത്രന്മാർക്ക് മുക്തി കിട്ടുട്ടോ എന്ന് ബ്രാഹ്മണന്റെ അനുഗ്രഹം. അപ്പൊ ശിവന്റെ അനുഗ്രഹം, ബ്രഹ്മാവിന്റെ അനുഗ്രഹം, ഗംഗയുടെ അനുഗ്രഹം, ഈ മഹർഷിയുടെ അനുഗ്രഹം, എല്ലാ ഭഗവാന്മാരുടെയും അനുഗ്രഹം ആർക്ക് കിട്ടി? അച്ഛന്റെ അനുഗ്രഹമുണ്ട്, പിന്നെ ഏട്ടന്മാരുടെ അനുഗ്രഹമുണ്ട്, എല്ലാവരുടെയും അനുഗ്രഹമുണ്ട്, കപില മഹർഷിയുടെ അനുഗ്രഹമുണ്ട്. ഈ അപ്പോൾ ശൈവം വൈഷ്ണവം ശാക്തയും ഒക്കെ ആയി, പിന്നെ ബ്രാഹ്മണന്റെ അനുഗ്രഹമായി. അതാണ് ഭഗീരഥൻ ഈ ഗംഗയും കൊണ്ട് ആദ്യം ഭഗവാൻ നടന്നു, ഭഗീരഥൻ നടന്നു, പിന്നാലെ ഗംഗ ചെന്നു, അങ്ങനെ കപിലാശ്രമത്തിലെത്തി. ഈ സകരപുത്രന്മാരുടെ ഭസ്മം കിടക്കുന്നുണ്ട്, ആ ഭസ്മത്തിലൂടെ തൊട്ടു, അവർക്ക് എല്ലാവർക്കും മുക്തി കിട്ടി. ഗംഗാധരനായിട്ടുള്ള മഹാദേവന്റെ പത്നിയായിട്ട്, സദൈവ വിഷ്ണുവിന്റെ പത്നിയാണ്, പിന്നെ മഹാദേവന്റെ പത്നിയായിട്ട് മാറി. ജാഹ്നവിയാണ്, ഭാഗീരഥിയാണ്, വിഷ്ണുപതിയാണ്, സീതയാണ്, അളകനന്ദയാണ്, ചക്ഷു, ഭദ്ര, ഭോഗവതി. എത്രയാ ഈ ഗംഗയ്ക്ക് പേര് ചോദിച്ചാൽ നിശ്ചലാട്ടോ, കുറേ ഉണ്ട്, ഞാൻ ചെറുത് എഴുതിച്ചു എന്നേയുള്ളൂ. അങ്ങനെ ഭഗീരഥന്റെ ഈ മുത്തശ്ശന്മാരാണ് സകരന്മാർക്ക് എല്ലാവർക്കും മുക്തി കിട്ടി. അതേപോലെ കപില മഹർഷിയുടെ അനുഗ്രഹം അതും എല്ലാ അർത്ഥത്തിലും കിട്ടി. ഗംഗയുടെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ ഭഗവത്പതിയായിട്ടുള്ള ബ്രഹ്മാവിന്റെ കമണ്ഡലുവിലെ ജലം കൊണ്ട് ഭഗവാന്റെ പാദം കഴുകിയ തീർത്ഥജലമാണ് ഈ ഗംഗ. ആ ഗംഗയാണ് അങ്ങനെ ഭഗീരഥൻ ഇങ്ങനെ കൊണ്ടുവന്നത്, അതുകൊണ്ട് ഭാഗീരഥി എന്ന പേര്. അങ്ങനെയുള്ള ആ ഗംഗ എല്ലാവരാലും പൂജിതയായി. അതേപോലെ ഭഗവാനെ സ്തുതിക്കുന്നതായിട്ടൊരു രംഗമുണ്ട്. അംശുമാന്റെ വകയാണ് സ്തുതി. അങ്ങ് ഭഗവാനാണ്, ആർക്കും അങ്ങയെ പൂർണ്ണമായിട്ട് അറിയാൻ സാധിക്കില്ല. ഒരു നല്ല സ്തുതിയാണ്, കുറച്ചുള്ളേ. അങ്ങയുടെ മായാൽ മോഹിതരായിട്ട് ഓരോരുത്തരും പല തെറ്റുകളും ചെയ്യണു. നമുക്കൊക്കെ സ്വതേ അങ്ങനെ സംഭവിക്കാറുണ്ട്. നമ്മൾ അറിഞ്ഞിട്ടല്ല, ചില തെറ്റുകൾ നമുക്കത് മോഹിപ്പിക്കുക, അങ്ങനെ തെറ്റ് ചെയ്യാം. അപ്പം അങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യണു, അതെല്ലാം ക്ഷമിക്കണേ. സനകാദികൾക്കും കൂടി മുഴുവൻ മനസ്സിലാവണില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടല്ലേ ജയവിജയന്മാരുടെ കൂടെ പ്രഹ്ലാദനായിട്ടും വിഭീഷണാരൊക്കെ ജനിക്കേണ്ടി വന്നത്. അങ്ങനെയുള്ള ആ സൂചന. പിന്നെ നിസ്സാരനായിട്ടുള്ള ഞങ്ങളെങ്ങനെയാണ് അങ്ങയെ മനസ്സിലാക്കുക? സ്ഥൂല സൂക്ഷ്മ അതീതനാണ് അങ്ങ്. സാഖ്യം പറയാൻ കപിലനായിട്ട് അങ്ങ് വന്നു. ഈ കർമ്മങ്ങളാകുന്ന അതുകൊണ്ട് അതിൻ്റെ പരിണത ഫലങ്ങളെ സ്വീകരിക്കുമ്പോണ്ടാവുന്ന അജ്ഞാനം, അതൊക്കെ വീണ്ടും സംസാരത്തിന് കാരണമാണ്. അങ്ങനെയുള്ള പാപങ്ങളെല്ലാം തീർത്ത് കർമ്മമുക്തി തരണേ എന്നെല്ലാം പ്രാർത്ഥിച്ചു. കപിലൻ അതൊക്കെ അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ ഗംഗയെ കൊണ്ടുവന്നുകൊണ്ട് ഇതെല്ലാം ചെയ്യുകയും ചെയ്തു എന്ന് ഗംഗാചരിത്രം കൂടി പറഞ്ഞു. പിന്നീടും കുറച്ച് വംശത്തെയാണ് പിന്നീട് പറയുന്നത്. ഇനി രാമായണത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പം ഇങ്ങനെ ഗംഗയെ കൊണ്ടുവന്നു. ആ വംശത്തിലാണ് പിന്നീട് ഈ ഋതുപർണ രാജാവ് ഒക്കെ ഉണ്ടായത്. ഋതുപർണ രാജാവിന് അക്ഷഹൃദയ വിദ്യ, നളന് ഈ അശ്വഹൃദയ വിദ്യ, ഇത് അറിയാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിക്കൊണ്ട് നളചരിതം എന്നുള്ള ആ കഥയൊക്കെ വിസ്തരിച്ച് ദമയന്തിയെ കലിദ്വാപരന്മാർ പരീക്ഷിക്കുന്നതായിട്ടുള്ള രംഗം, അതിൽ നിന്നൊക്കെ മുക്തി നേടുന്നതായിട്ടുള്ള നളചരിതം എന്ന ആട്ടകഥ വളരെ ഗംഭീരമാണല്ലോ. അതൊക്കെ സൂചന, വിസ്തരിച്ചൊന്നും പറഞ്ഞിട്ടില്ല അതിൽ. പിന്നെ സുദാസപുത്രന്മാരെ സൗദാസൻ, മദയന്തി എന്നുള്ള ആ ഭാര്യ വസിഷ്ഠജാപം കൊണ്ട് സൗദാസൻ രാക്ഷസനായത്. അതിനുശേഷം സൗദാസൻ്റെ ഒരു നായാട്ട് സഹോദരരായിട്ടുള്ള ഈ രാക്ഷസന്മാരെ, സഹോദരനെ രാക്ഷസൻ കൊന്നു കഴിഞ്ഞപ്പോൾ അതൊരു രണ്ട് രാക്ഷസന്മാരും ഇങ്ങോട്ട് വന്നു ഈ രാജാവിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഒരാളെ കൊന്നു, ഒരാളെ വിട്ടയച്ചു. അത് കൊന്നാൽ മതിയായിരുന്നു, അപ്പം തന്നെ അത് ചെയ്തില്ല. അപ്പം ആ രാക്ഷസൻ പല പ്രതികാരങ്ങൾ ചെയ്തു. അതിൽ ഒരു തവണ ഈ വസിഷ്ഠൻ്റെ ആശ്രമത്തിലേക്ക് വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. എങ്ങനെ? വേഷം മാറിയിട്ട്, പാചകക്കാരൻ്റെ വേഷത്തിൽ വന്നിട്ട് മറ്റാളെ കൊന്നു തിന്നു. മനുഷ്യമാംസമാണ് കൊടുത്തത് വസിഷ്ഠന്. അപ്പം അത് രാക്ഷസ സമ്പ്രദായമാണ്, അത് ശരിയല്ല. അതുകൊണ്ട് ഇത് ചെയ്തതായിട്ടുള്ള അങ്ങ് രാക്ഷസനാവട്ടെ എന്ന് ശപിച്ചു. അപ്പം ഇങ്ങനെ ഈ സൗദാസൻ രാക്ഷസനായി. ആ സൗദാസൻ ഈ രാക്ഷസനായി കഴിഞ്ഞപ്പോൾ ഇത്രയും നല്ല ജന്മം കിട്ടിയിട്ടും ഇങ്ങനെ സംഭവിച്ചില്ലേ, തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പം അതുകൊണ്ട് വസിഷ്ഠനോട് കുറച്ച് കോപമുണ്ടായി, ശപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പം മറ്റേ സൗദാസനെ തടഞ്ഞു, അങ്ങ് ചെയ്യരുത് എന്ന് പറഞ്ഞു. ജലം എടുത്തേർന്നു. അപ്പം ആ ജലം എന്താ ചെയ്യുക? ആ ജലം സ്വന്തം കാലിൻ്റെ മുകളിലേക്കാണ്ട് ഒഴിച്ചു. അപ്പോൾ കന്മഷം ബാധിച്ചു. അത് പാദത്തിന് മാത്രമായി തീർന്നു. ഭക്തി കൊണ്ട് പാതിവ്രത്യമൊക്കെ ഉണ്ട്, അത് പത്നിയുടെ പാതിവ്രത്യമൊക്കെ ഉണ്ട്, അത് രക്ഷയാണ്, കവചമുണ്ട്. അപ്പം അത് കാരണം
കന്മാഷപാതനായിട്ട് ഭവിച്ചു. അപ്പം ഈ രാക്ഷസൻ ആയി കന്മാഷപാതനായി അദ്ദേഹം പിന്നെ 12 കൊല്ലം ഈ രാക്ഷസൻ ആയിട്ട് ജീവിച്ചോളൂ, അത് കഴിഞ്ഞാൽ മുക്തി കിട്ടും എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയും ചെയ്തു. ശാപമുക്തിയും കൊടുത്തു. അങ്ങനെ കാട്ടിൽ രാക്ഷസനായിട്ട് നടക്കുന്ന സമയത്താണ് ബ്രാഹ്മണ ദമ്പതികൾ ക്രീഡിക്കുന്ന രംഗത്തെത്തി. അപ്പം നല്ല വിശപ്പുണ്ട് ഈ രാക്ഷസന്. ആ ബ്രാഹ്മണനെ പിടിച്ചു തിന്നാൻ. അപ്പോൾ ആ പത്നി പറഞ്ഞു, ഞങ്ങൾ ക്രീഡിച്ചു കൊണ്ടിരിക്കുകയാണ്, അങ്ങക്ക് തിന്നണം നിർബന്ധം ഉണ്ടെങ്കിൽ എൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് എന്നെ തിന്നോളൂ എന്ന് പറയാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് തിന്നു. അപ്പോൾ ഈ ബ്രാഹ്മണ സ്ത്രീ ശപിച്ചു, അങ്ങ് ഇനി എപ്പോഴെങ്കിലും ഇതേപോലെ രതിക്രീഡയ്ക്ക് തുടങ്ങുകയാണെങ്കിൽ സ്ത്രീ സ്പർശം ഉണ്ടായാൽ അപ്പം തന്നെ മരിക്കും കേട്ടോ എന്ന് ശപിച്ചിട്ട് പത്നിയും തൻ്റെ ഭർത്താവിൻ്റെ കൂടെ സതി അനുഷ്ഠിച്ചു പോയി, മുക്തി നേടി. അങ്ങനെ ശാപമുക്തി 12 വർഷം കഴിഞ്ഞപ്പോൾ ഈ കൽമാഷപാതൻ ശാപമുക്തി നേടി വീണ്ടും ഇവിടെ എത്തി. അങ്ങനെ പത്നിയുമായിട്ട് ഈ മൈഥുനത്തിന് പുറപ്പെട്ടു. അപ്പോൾ പത്നി പറഞ്ഞു, എന്നെ തൊടണ്ട, എന്നെ തൊട്ട് കഴിഞ്ഞാൽ അങ്ങ് മരിക്കും, അതുകൊണ്ട് പുത്രനുണ്ടാവാൻ വസിഷ്ഠ മഹർഷിയെ ആശ്രയിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വസിഷ്ഠനിൽ നിന്ന് പുത്രനെ സ്വീകരിച്ചു. മദയന്തിക്ക് വസിഷ്ഠൻ പുത്രനെ സമ്മാനമായിട്ട് നൽകി. അങ്ങനെ 7 കൊല്ലം കഴിഞ്ഞിട്ടും ഈ സ്ത്രീ പ്രസവിച്ചില്ല. അപ്പോൾ വസിഷ്ഠൻ കല്ല് കൊണ്ട് വയറ് കീറിയിട്ട് ഉണ്ണിയെ എടുത്തു. അതുകൊണ്ട് ആ ഉണ്ണിക്ക് അശ്മകൻ എന്ന് പേര്. സൗദാസന്റെ പുത്രൻ മദയന്തിയുടെ പുത്രനാണ്. വസിഷ്ഠൻ ഇങ്ങനെ കല്ലുകൊണ്ട് ഉദരം കീറിയിട്ടുണ്ടായതുകൊണ്ട് അശ്മകൻ എന്ന് ആ ഉണ്ണിക്ക് പേര്. ആ അദ്ദേഹത്തിൻ്റെ മകൻ ഒരു മൂലകൻ. ആ മൂലകൻ എങ്ങനെയാ വെച്ചാൽ പരശുരാമൻ്റെ ഈ ഹൈഹയ വംശത്തെ മുഴുവൻ വധിക്കുന്നതായിട്ടുള്ളൊരു രംഗം വേണ്ടി വന്നു. അപ്പം അതിൽ ഈ മൂലകനെ രക്ഷിച്ചത് കുറേ നാരികളാണ്, സ്ത്രീകളാണ്. ഈ ഉണ്ണി മറ്റേ തൊടയിൽ ഗർഭം അങ്ങനെയൊക്കെ ഉണ്ടായത്, തൊടയിലാണ് വളർന്നത്. നാരികളാ സംരക്ഷിതനായി. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ പരശുരാമ വധിച്ചില്ല, കാരണം ഈ വംശം ഇതിലൂടെയാണ് വരേണ്ടത്. അതുകൊണ്ട് ഈ ഉണ്ണിക്ക് നാരീ കവചൻ എന്ന ഒരു പേരും വന്നു. അങ്ങനെ മൂലകൻ നാരീ കവചനായി. അപ്പോൾ ഈ വംശം ഇങ്ങനെ വിസ്തരിച്ച് വരികയാണ്. അതിലാണ് പിന്നെ ഖട്വാങ്കനൊക്കെ ഉണ്ടായത്. ഖട്വാങ്കൻ, ദീർഘബാഹു, അങ്ങനെ അനവധി നല്ല പ്രസിദ്ധരായിട്ടുള്ള രാജാക്കന്മാരുണ്ടായി. ഖട്വാങ്കൻ്റെ ചരിത്രം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഖട്വാങ്കൻ ദേവാസുര യുദ്ധ സമയത്ത് സ്വർഗത്തിൽ ഇന്ദ്രാദി ദേവകളെ സഹായിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമയം കഴിഞ്ഞു. അപ്പോഴേക്കും ഇവിടെ യുദ്ധം അവസാനിച്ചു, ദേവന്മാർ ജയിച്ചു, അസുരന്മാർ തോറ്റു. അപ്പോൾ ഭൂമിയിലേക്ക് തന്നെ പോരാൻ തയ്യാറായി. അപ്പോൾ എത്ര കാലം ഇനി എനിക്ക് ആയുസ്സുണ്ട് ചോദിച്ചു. 2 മുഹൂർത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭൂമിയിലേക്ക് പോകണം എന്ന് പറഞ്ഞു. ശരി, ഭൂമിയിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു. 1 മുഹൂർത്തം സ്വർഗത്തിന് ഇവിടെ എത്താൻ, 1 മുഹൂർത്തം ഭഗവാനെ ഭജിക്കാൻ. അങ്ങനെ മുക്തി നേടുകയും ചെയ്തു. അങ്ങനെ ആ ഖട്വാങ്കൻ്റെ വംശത്തിലാണ് ഈ രഘുവും ദീർഘബാഹുവും ഒക്കെ ഉണ്ടായത്. അജൻ്റെ മകനായിട്ടുള്ള ദശരഥൻ കശ്യപനാണ്. നേമി എന്നാണ് ദശരഥൻ്റെ പേര്. അങ്ങനെയുള്ള പരമ്പരയുണ്ടായത്. അതിലാണ് ദശരഥൻ്റെ പുത്രനായിട്ട് രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ഉണ്ടായത് ഉള്ള കഥകളാണ് രാമായണ 2 അധ്യായങ്ങളെ കൊണ്ട് നമുക്ക് അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ നാരായണ നാരായണ.